കംസന്റെ ഭാര്യാപിതാവായിരുന്നു ജരാസന്ധൻ. തൻ്റെ പുത്രിമാരുടെ വൈധവ്യത്തിന് കാരണം ശ്രീകൃഷ്ണനാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ അയാൾ നിരന്തരം കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെയും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ ബന്ധുമിത്രാദികളുടെ സുരക്ഷയെ കരുതി ശ്രീകൃഷ്ണൻ അവരെ ദ്വാരകാപുരിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പിന്നീട് ജരാസന്ധൻ കൃഷ്ണനെ ഒരു യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. പോർക്കളത്തിൽ എത്തിയ കൃഷ്ണൻ അവിടെ ഒരു യോദ്ധാവിനെ കണ്ടു. ജന്മം കൊണ്ട് അസുരനല്ലെങ്കിലും ഗുണം കൊണ്ട് അസുരതുല്യനായ ഒരാൾ. അയാളായിരുന്നു കാലയവനൻ. യദുവംശത്തിൽ പിറന്ന് ഒരാളാലും തന്നെ കൊല്ലാൻ പറ്റുകയില്ല എന്നൊരു വരം അയാൾ നേടിയിരുന്നു. കാലയവനനെ കണ്ട മാത്രയിൽ തന്നെ ശ്രീകൃഷ്ണൻ പോർക്കളം വിട്ടോടി. ഒരു അസ്ത്രമോ ശസ്ത്രമോ പോലും തന്നിൽ പ്രയോഗിക്കാതെ പോർക്കുളം വിട്ട് കൃഷ്ണൻ ഓടിയതിൽ കാലയവനൻ സന്തോഷിക്കുകയും കൃഷ്ണൻ തന്നെ കണ്ട് ഇത്രയധികം പേടിച്ചോ എന്ന ചിന്ത അയാളെ ഹരം കൊള്ളിച്ചു. അങ്ങനെ കൃഷ്ണനെ പിന്തുടർന്ന് അയാൾ ഓടി. ഇരുവരും കുറേ നേരം ഓടുകയും അങ്ങനെ കൃഷ്ണൻ ഒരു വലിയ ഗുഹയിൽ കയറി. കാലയവനനും ആ ഗുഹയിൽ കയറുകയും കുറേ നേരം കൃഷ്ണനെ അവിടെ തിരയുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരാൾ ഉറങ്ങുന്നത് കണ്ടു. അയാൾ പീതാംബരം പുതച്ചിരുന്നു. ഓടിത്തളർന്ന കൃഷ്ണൻ വിശ്രമിക്കുകയാണ് എന്നാണ് കാലയവനൻ കരുതിയത്. ഇതാണ് തക്ക സമയം കൃഷ്ണനെ ആക്രമിക്കാൻ എന്ന് കരുതി ആ ഉറങ്ങുന്ന ആളെ കാലയവനൻ ആഞ്ഞു ചവിട്ടി. തൻ്റെ നിദ്രാഭംഗം സംഭവിച്ചതിൽ ആ ഉറങ്ങുന്ന ആൾ ഞെട്ടി ഉണരുകയും തീക്ഷ്ണമായി കാലയവനനെ നോക്കുകയും ചെയ്തു. ആ നോട്ടത്തിൽ തന്നെ കാലയവനൻ ഭസ്മമായി പോയി. ആരായിരുന്നു ആ മനുഷ്യൻ? സത്യയുഗത്തിലെ ഇക്ഷ്വാകു വംശത്തിലെ മുചുകുന്ദ രാജാവായിരുന്നു അവിടെ കിടന്നുറങ്ങിയിരുന്നത്. സത്യയുഗത്തിൽ ദേവാസുര യുദ്ധത്തിൽ തൻ്റെ യുദ്ധ നയം കൊണ്ടും തന്ത്രം കൊണ്ടും ദേവന്മാരെ അദ്ദേഹം അനേകം യുദ്ധങ്ങൾ ജയിപ്പിച്ചു. അങ്ങനെ നിരന്തരമായ യുദ്ധമുറകളും തന്ത്രങ്ങളും പയറ്റി അദ്ദേഹം ക്ഷീണിതനായിരുന്നു. അങ്ങനെ ദേവേന്ദ്രൻ ഇദ്ദേഹത്തിന് ഒരു വരം നൽകി. ഒരു ഗുഹയിൽ പോയി ഉറങ്ങിക്കൊള്ളുവാനും നിദ്രാഭംഗം സംഭവിച്ചാൽ ആരെ അയാൾ നോക്കുന്നോ തൽക്ഷണം അയാൾ ഭസ്മമായി പോവുകയും ചെയ്യും എന്ന് ദേവേന്ദ്രൻ ഒരു വരം നൽകി. അങ്ങനെ സത്യയുഗത്തിൽ ആ ഗുഹയിൽ ഉറങ്ങാൻ പോയ മുചുകുന്ദ രാജാവായിരുന്നു അത്. പക്ഷെ അദ്ദേഹം ഉണർന്നത് ദ്വാപര യുഗത്തിൽ. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് ആ രാജാവിന് മനസ്സിലായില്ല. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം ശ്രീകൃഷ്ണനെ കണ്ടു. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം വണങ്ങുകയും മഹാവിഷ്ണുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ചതുർബാഹുവാണ്, പക്ഷെ രൂപസാമ്യമുണ്ടല്ലോ, അങ്ങ് ആരാണ് എന്ന് മുചുകുന്ദ രാജാവ് ശ്രീകൃഷ്ണനോട് ചോദിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ തൻ്റെ അവതാര ലക്ഷ്യവും ജന്മരഹസ്യവും രാജാവിനോട് പറഞ്ഞു. അങ്ങനെ കാലയവനനെ ഭസ്മമാക്കിയതിൻ്റെ നന്ദി അറിയിക്കുകയും എന്ത് വരമാണ് മുചുകുന്ദ രാജാവിന് വേണ്ടതെന്ന് ശ്രീകൃഷ്ണൻ ചോദിച്ചപ്പോൾ ഹന്തഭാഗ്യം ജനാനാം, കൃഷ്ണദർശനം തന്നെ ലഭിച്ച തനിക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് വരമാണ് വേണ്ടത് എന്ന് മുചുകുന്ദ രാജാവ് ചോദിക്കുകയും തനിക്ക് മോക്ഷം നൽകി അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് ബദ്രികാശ്രമത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞയക്കുകയും പിന്നീട് അദ്ദേഹത്തിന് മോക്ഷം നൽകുകയും ചെയ്തു എന്നാണ് കഥ. ഈ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിലെ അധ്യായം 51 യവനവധവും മുചുകുന്ദ സ്തുതിയും എന്നതിലാണ്. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.